ഹലോ നീറ്റ് ആസ്പിരൻസ്, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളെ റീനീറ്റ് എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ? ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും അല്ലേ നമ്മൾ സബ്ജക്ട് കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കുട്ടികളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ്. ബയോളജി നമുക്ക് ഈസി ആയിരുന്നു, പക്ഷെ ഫിസിക്സിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് ലെങ്തി ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമ്മളത് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ നീറ്റ് എക്സാമിനേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നീറ്റ് 2025 ഇതൊരു പാറ്റേൺ ആയിരുന്നു. അവിടെ ഫിസിക്സ് ഒന്നും കൂടി ടഫാണ്. സോ ഒരു കട്ട് ഓഫ് വരുന്ന സമയത്ത് ആ ഒരു നീറ്റ് 2025 പാറ്റേൺ പോലെ തന്നെയായിരിക്കും ഈ വർഷം നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല മക്കളും ഇതുവരെ ആൻസർ കീ നോക്കാത്ത മക്കളുണ്ടാവാം. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒഫീഷ്യൽ ആൻസർ കീ നമുക്ക് അവൈലബിൾ അല്ല, പക്ഷെ ഒരുപാട് സോഴ്സസ് നമുക്ക് ആൻസർ കീ അല്ല, നമുക്കറിയാം ഒരുപാട് യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് ആൻസർ കീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും. പക്ഷെ നോക്കാത്ത മക്കളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് നോക്കി അടുത്തൊരു ഡെസിഷൻ എടുക്കേണ്ട സമയമായിട്ടില്ലേ. ആ മിസ്റ്റേക്സ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമല്ലേ അത് ക്ലിയർ ചെയ്തിട്ട് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ. പല മക്കളും വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ സൈലത്തിൽ ഫ്രീ ആയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്നുള്ള കാര്യം. അതിനുള്ള ഉത്തരം യെസ് നാടാ. അതായത് നിങ്ങൾക്ക് റീനീറ്റ് 2026 എക്സാമിനേഷനിൽ നിങ്ങൾക്ക് ഒഫീഷ്യലി നിങ്ങൾക്ക് സ്കോർ കാർഡ് കിട്ടിയിട്ട് 525 മുകളിൽ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈലത്തിൽ ഫ്രീ ആയിട്ട് പഠിക്കാം. നമ്മുടെ സൈലം ഓൺലൈൻ ബാച്ചിൽ ധീര എന്ന് പറഞ്ഞ ബാച്ചിൽ നിങ്ങൾക്ക് ഒരു കോഴ്സ് ഫീയും ഇല്ലാതെ, അതുപോലെ ഒരു മെറ്റീരിയൽ ഫീയും ഇല്ലാതെ നിങ്ങൾക്ക് പഠിക്കാം. അത് നിങ്ങൾക്ക് 500 മാർക്കിന് മുകളിൽ വാങ്ങിച്ച കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ മെറ്റീരിയലിന്റെ കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ട്. അതുപോലെ 450 മുകളിലാണെങ്കിൽ, അതുപോലെ 400 മുകളിലാണെങ്കിൽ, ഈവൻ 300+ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് അവിടെ സ്കോളർഷിപ്പ് അവൈൽ ആണ്. ഈ കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സോ പെട്ടെന്ന് ഡെസിഷൻ എടുക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം നിങ്ങളെ കാരണത്താലല്ലാതെ ആ എക്സാമിനേഷൻ ഹാളിൽ 3 മണിക്കൂർ 15 മിനിറ്റ് ചെറിയൊരു ബ്രെയിൻ ഫോഗ് മൂലം, എന്തെങ്കിലും ചെറിയൊരു റീസൺ മൂലം ചിലപ്പോൾ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. സോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ 100% എഫേർട്ട് ഇട്ടിട്ടാണോ, അല്ലെങ്കിൽ എൻ്റെ 100% കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ 2 വർഷം ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ അവിടെ നോക്കേണ്ടതുണ്ട്. 100% എഫേർട്ട് ഇട്ടിട്ടും എനിക്ക് 300 സ്കോറിലേക്ക് എത്താൻ പറ്റിയിട്ടുള്ളൂ, അങ്ങനെയാണെങ്കിൽ നമ്മൾ മറ്റൊരു തീരുമാനമായിട്ട് മുന്നോട്ടേക്ക് പോകേണ്ടി വരും. ഇനി അതല്ല, എനിക്ക് മുഴുവൻ പഠിക്കാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എക്സാമിനേഷൻ എഴുതിയ നമ്പേഴ്സ് കുറവായിരുന്നു, ഇങ്ങനെയുള്ള ചെറിയ റീസൺസ് ആണ് നിങ്ങളുടെ മുന്നിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്തൊരു സ്റ്റെപ്പ് അല്ലെങ്കിൽ അടുത്തൊരു ഡെസിഷൻ നീറ്റ് 2027 ചിന്തിക്കേണ്ട സമയവുമായിട്ടുണ്ട്. സോ പെട്ടെന്ന് നിങ്ങൾ തീരുമാനം എടുക്കുക, നമ്മളെ ബാച്ചിന്റെ ഭാഗമാവാം. സോ അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസ് ആണ്, പേഴ്സണൽ മെന്റർഷിപ്പ് ആണ്. നിങ്ങളുടെ കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. അടുത്ത വർഷം നമുക്ക് CBT മോഡൊക്കെ ആവുകയാണെങ്കിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അഡ്വാൻറ്റേജസ് തന്നെയായിരിക്കും. സോ മാക്സിമം നിങ്ങൾ ഇനി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ താഴെയുള്ള നമ്പറിൽ കാര്യങ്ങളൊക്കെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് മക്കൾസ്. ഓക്കെ, സോ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ.